ഈ ശബരിമലയിലെ സ്പെഷ്യൽ പീരീഡറെ വെക്കുന്ന സമയത്ത് അദ്ദേഹം അതിനു മുമ്പ് ശബരിമല സ്വർണ്ണമോഷണ കേസിലെ സ്മാർട്ട് ക്രിയേഷൻസിനും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ച വക്കീലിനെ ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, PMCയിലൊക്കെ എത്രത്തോളം സമരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്, എന്തെല്ലാം സമരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം അതിലെന്താ സംഭവിച്ചത്? അതുകൂടാതെ തന്നെ അധികാരത്തിൽ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിനോദസഞ്ചാര യാത്ര പോകാം, വനിതകൾക്കെല്ലാം വിനോദസഞ്ചാര യാത്ര പോകാം എന്നല്ലേ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഫാസ്റ്റ് പാസഞ്ചറിൽ വിനോദയാത്ര പോകാൻ പറ്റുന്നുണ്ടോ? ഓർഡിനറി ബസ്സിലേക്ക് ചുരുക്കിയില്ലേ? ഓർഡിനറി ബസ് സർവീസ് നടത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. MSCയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ആരും എതിർക്കുന്നില്ലെന്നേ. അതിലെ സുതാര്യതയില്ലായ്മ, അതിലെ കളവ് പറച്ചിൽ, അതിനെയാണ് കേരളം എതിർക്കുന്നത്. നമസ്കാരം. പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരം ഏറ്റെടുത്തിട്ട് 2 മാസം ആവാൻ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി ബാക്കി. മെയ് 18 സത്യപ്രതിജ്ഞ. അന്ന് VD സതീശൻ ഗംഭീരമായൊരു ചടങ്ങായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് വലിയൊരു ചടങ്ങിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങളെടുത്ത് പരിശോധിച്ചാൽ യൂട്ടേണുകളുടെ ഒരു മേളായിരുന്നു എന്ന് പറയാം. ഓരോ ദിവസം ഓരോ വിഷയങ്ങളിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം PM ശ്രീ ആയിരിക്കും, അല്ലെങ്കിൽ അതിനു മുന്നേ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ടും ഇത്തരം. പക്ഷെ അത് മുഖ്യമന്ത്രി ഡയറക്റ്റ് ഇടപെട്ടിട്ടുള്ളൊരു വിഷയമല്ല. PM ശ്രീ തൊട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എങ്കിൽ പോലും അത്യാവശ്യം ഇങ്ങോട്ട് വരുമ്പോണ്ട്. ഇതുവരെ യൂട്ടേണുകൾ ഇഷ്ടം പോലെ വന്നു. ഇനി അങ്ങോട്ടും യൂട്ടേണുകൾ എത്രത്തോളം പ്രതീക്ഷിക്കാം? അതായത് വാക്കാണ് കേട്ടോ വലുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൻ്റെ വാക്കാണ് വലുത് എന്നൊക്കെ പറയേണ്ട ആളുകളെ ഇങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ദിവസത്തെ ഒരു യൂട്ടേണുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് യൂട്ടേൺ വിസ്മയങ്ങൾ എന്ന് നമുക്കതിന് പേരിടാം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ യൂട്ടേൺ വിസ്മയങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആദ്യത്തെ യൂട്ടേൺ അല്ലെങ്കിൽ റീകോളിംഗ് എന്ന് വേണമെങ്കിലും വിളിക്കാം. റീകോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ അളിയനെ തിരിച്ചു വിളിക്കുന്നതാണ്. അതായത് അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതാണ് ആദ്യത്തെ ഒരു വിസ്മയം എന്ന് പറയുന്നത്, ഈ മന്ത്രിസഭയിലെ ആദ്യത്തെ വിസ്മയം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിസ്മയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീൽസ് കുട്ടപ്പന്മാർ കൊണ്ട് പുള്ളിയെ കുഴിച്ചടിച്ചതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയിലൊരു സ്പെഷ്യൽ പ്ലീഡറെ വയ്ക്കുന്നു. ഈ ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറെ വെക്കുന്ന സമയത്ത് അദ്ദേഹം അതിനു മുമ്പ് ശബരിമല സ്വർണ്ണമോഷണ കേസിലെ സ്മാർട്ട് ക്രിയേഷൻസിനും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ച വക്കീലിനെ ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിക്കുന്നു. അത് വലിയ വാർത്തയാകുന്നു, വിവാദമാകുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നു. അതാണ് രണ്ടാമത്തെ യൂട്ടേൺ വിസ്മയം എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സ്വകാര്യ നിക്ഷേപങ്ങളും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണവും തങ്ങൾ നടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷമുള്ള നിലപാടെന്തായി? അതിനുശേഷമുള്ള വെച്ചാൽ സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമുക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നോട്ട് എന്താ കുഴപ്പമുള്ളത്? പക്ഷെ എൻ്റെ മുൻ നിലപാടുകളിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ലേ, ഇതാണോ നിലപാടെന്ന് ചോദിക്കില്ലേ? ഇതാണോ നിലപാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരത്തില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മദ്യനയമാണ്. മദ്യനയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു മദ്യനയം UDFനകത്തോ സ്വന്തം പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്തോ ചർച്ച ചെയ്തിട്ടില്ല. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇദ്ദേഹം ഒരു വിസ്മയം അങ്ങോട്ട് കാണിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയിൽ ഇളവ് നൽകാൻ വേണ്ടിയിട്ട്, അതായത് 20% ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യത്തിന് നികുതി ഇളവ്, നേർപകുതി നികുതി ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇദ്ദേഹം തനിച്ച് കൈക്കൊള്ളുന്നു. അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതോടുകൂടി അത് നിയമമായി. പിന്നീട് അത് ഫിനാൻസ് ബില്ലിൽ, ധനകാര്യ ബില്ലിലും അത് പാസ്സാക്കേണ്ടതായിട്ട് വന്നു. ഇതാണ് വിസ്മയങ്ങളുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെ PM ശ്രീ. ഒന്ന് ആലോചിച്ച് നോക്കൂ, PMCയിലൊക്കെ എത്രത്തോളം സമരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്, എന്തെല്ലാം സമരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം അതിലെന്താണ് സംഭവിച്ചത്? PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പറഞ്ഞ ആരാണ്? KM ഷാജിയാണ്. KM ഷാജി ഇരിക്കുന്ന മിനിസ്ട്രിയിൽ തന്നെ PM ശ്രീയെ പിന്തുണയ്ക്കേണ്ട ഗതികേട് ആർക്കുണ്ടായി? മുസ്ലിം ലീഗിനുണ്ടായി. അതുകൂടാതെ VD സതീശനുണ്ടായില്ലേ? മുഖ്യമന്ത്രി ഇതിനു മുമ്പ് എന്തോരം സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങുന്നു, KSUക്കാർ തെരുവിലിറങ്ങുന്നു, MSFകാർ തെരുവിലിറങ്ങുന്നു. അതിൻ്റെ പേരിൽ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ? അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം നേരെ യൂട്ടേൺ തിരിക്കും. പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട
കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്ന്. പിന്മാറിക്കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് കേരളത്തെ മിക്കവാറും പുറത്താക്കിയിരിക്കും. ഇതിൽ പല വിഷയങ്ങളും കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിൽ തന്നെയാണ് ഇരുന്നത്. അല്ല, ഇത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ? കഴിഞ്ഞ സർക്കാർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ പിന്തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ പുതിയ സർക്കാരിൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടോ? കാരണം ക്യാബിനറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചും ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചും ധാരണയില്ലാത്ത ഒരാളാണോ നമ്മുടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി? കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ധാരണയില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളതാണ് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് പഠിക്കാൻ വേണ്ടിയിട്ട് 10 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. അതായത് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപയായിരിക്കും എന്ത് കിട്ടുക? നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുക. നിങ്ങൾക്ക് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല, മറ്റാരുടെയും തിണ്ണനിറങ്ങേണ്ടി വരത്തില്ല എന്നൊക്കെയുള്ള ഘോരമായിട്ടുള്ള പ്രസംഗമല്ലായിരുന്നു. എന്താ സംഭവിച്ചതിനകത്ത്? പിന്നീട് അങ്ങോട്ട് ഇതുവരെ അതിൽ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതിയെ വെക്കുമെന്ന് പറഞ്ഞു. DPR ഉണ്ടാക്കാൻ വേണ്ടിയാണ് 10 കോടി രൂപ. എന്തിനാണെന്ന് DPR ഉണ്ടാക്കുന്നത്? DPR ഉണ്ടാക്കണം, അതിന് 10 കോടിയുടെ ആവശ്യമുണ്ടോ? ആരോഗ്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഫിനാൻസ് വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഒരു സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് സാങ്കേതിക വശം പഠിക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരായിട്ട് ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള 1-2 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇതിൻ്റെ DPR തയ്യാറാക്കാൻ സാധിക്കുന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ, നടപ്പിലാക്കിയാൽ അതിനെന്തെങ്കിലും കണ്ടീഷൻസ് വെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളില്ലേ. അതുകൂടാതെ തന്നെ അധികാരത്തിൽ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിനോദസഞ്ചാര യാത്ര പോകാം, വനിതകൾക്കെല്ലാം വിനോദസഞ്ചാര യാത്ര പോകാം എന്നല്ലേ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഫാസ്റ്റ് പാസഞ്ചറിൽ വിനോദയാത്ര പോകാൻ പറ്റുന്നുണ്ടോ? ഓർഡിനറി ബസ്സിലേക്ക് ചുരുക്കിയില്ലേ? ഓർഡിനറി ബസ് സർവീസ് നടത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മറ്റേ വിനോദയാത്ര പോകണ്ടേ? സ്ത്രീകൾക്കിടയിൽ തന്നെ വേർതിരിവുണ്ടാക്കിയില്ലേ? മലബാർ മേഖലയിലൊക്കെ എത്ര KSRTC ഓർഡിനറി ബസ്സുകളുണ്ട്? അപ്പോൾ ഇതൊക്കെ വിസ്മയങ്ങളിൽ പെട്ടതാണ്, U-ടേൺ വിസ്മയങ്ങളിൽ തന്നെ പെട്ടതാണ്. അതുകൂടാതെ തന്നെ റെജി ചെറിയാൻ എന്ന് പറയുന്നത് കുട്ടനാട് MLA ആണ്. അദ്ദേഹം നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? മൂലം വള്ളംകളിയുടെ ദിവസം കുട്ടനാട് താലൂക്കിന് അവധി നൽകുമെന്ന്. അത് സ്പോട്ട് U-ടേൺ ആണ്. അത് സ്പോട്ട് U-ടേൺ ആണ്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഗണിക്കാം. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ചോദ്യമാണ്, അത് പരിഗണിക്കാം എന്ന് പറയുന്നു. ഇരുന്ന ഉടനെ തന്നെ തൊട്ടടുത്തിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയോട് പറയുകയാണ് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന്. ഇതെല്ലാം നിലപാട്, ഇതെല്ലാം U-ടേൺ എന്ന് പറയുന്നത്. ഇത് U-ടേൺ അല്ലാണ്ട് പിന്നെ എന്താണ്? അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് തന്നെ പറയണ്ടേ കൊടുക്കാൻ സാധിക്കില്ല, അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയണ്ടേ? അതല്ല പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന അദാനി ഷെയറുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അത് ലാസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതിനു മുമ്പുണ്ട് അതിവേഗ റെയിൽ. ഇതിനിടയിൽ മറ്റൊന്നുണ്ട്, മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ, യെസ്, കറക്റ്റ്. ഈ മോഡിഫിക്കേഷൻ, അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? നമ്മുടെ കുട്ടികൾ അപകടകരമാവാത്ത രീതിയിൽ അവർ മോഡിഫിക്കേഷൻ നടത്തിക്കോട്ടെ എന്ന്. അതിനുശേഷം ആ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് വന്നത്? മറ്റേ ഗിയർ ബോക്സ് കവറിടാം, സീറ്റ് കവറിടാം, പിന്നെ മാറ്റ് ഇടാം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. അതിന് എന്തോരം ട്രോളാണ് വന്നത്. അതും വിസ്മയമാണ് കേരളത്തിൽ. വിസ്മയങ്ങളുടെ U-ടേൺ എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അദാനിയുടെ ഷെയറുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? 5-ാം തീയതി ദേശാഭിമാനിക്ക് അങ്ങനെ വാർത്ത കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. 3-ാം തീയതി മാതൃഭൂമിക്ക് വാർത്ത കിട്ടിയില്ലേ? അതിനു മുമ്പ് ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും മനസ്സിലായതല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെയല്ലേ ഈ പറഞ്ഞ വി ഡി സതീശനും ഈ പറഞ്ഞ അദാനി കമ്പനിയൊക്കെ മുമ്പോട്ട് പോയത്? അതായത് മുഖ്യമന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി വന്ന ഉടനെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ടുള്ള ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിന് പുള്ളി ആദ്യം എടുക്കുക കാണിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് MSCയുമായിട്ട് നടക്കുന്ന ചർച്ചകളെ കുറിച്ച് ഇദ്ദേഹം അറിയാതെ പോയത്? ഒരുപക്ഷെ അതായിരിക്കും അടുത്ത് വരാൻ പോകുന്നൊരു U-ടേൺ. അത് U-ടേൺ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾക്ക് ഇങ്ങനത്തെ വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ, കോംപ്രമൈസുകൾ ചെയ്തേ പറ്റൂ. MSCയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ആരും എതിർക്കുന്നില്ലെന്നേ. അതിലെ സുതാര്യതയില്ലായ്മ, അതിലെ കളവ് പറച്ചിൽ, അതിനെയാണ് കേരളം എതിർക്കുന്നത്. അതല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് അറിയാൻ പാടില്ല. നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ച സമയത്ത് മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് നടക്കാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ല. നിയമസഭയ്ക്കകത്തല്ല പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ അതിവേഗ റെയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 വരിപ്പാതയെ 4 വരിപ്പാതയാക്കിയാൽ മതി എന്നാണ് കേരളയിൽ സമരത്തിന്റെ സമയത്ത് നമ്മുടെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്താണ്? അതിവേഗ റെയിൽവേ. ഈ ശ്രീധരനുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നു, അതിവേഗം കാര്യങ്ങൾ നീങ്ങുന്നു. ഈ ശ്രീധരനും ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു, തൊട്ട് പിന്നാലെ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു, ഇദ്ദേഹത്തെ ഓഫീസിലെത്തി കാണുന്നു. ഇതിനെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിയുമ്പോഴത്തേക്ക്
യു ടേൺ വിസ്മയങ്ങളുടെ രാജകുമാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ എന്നെ തെറ്റു പറയാൻ വേണ്ടി സാധിക്കുമോ? യു ടേണുകൾ കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മന്ത്രിസഭ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ടറിയോ? ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലുണ്ടായിരിക്കുന്ന നിലപാടാണ്. വയനാട്ടിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വയനാട്ടിൽ ഇദ്ദേഹം പോയിട്ട് പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഏറ്റവും ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനല്ലേ സാധിക്കൂ, ചെയ്യാത്തതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന നിസ്സഹായനായ ഒരു മുഖ്യമന്ത്രിയെ കൂടി നമ്മൾ കാണുകയല്ലേ. അപ്പോൾ ഇനി നിലപാടുകളൊന്നും പറയരുത്, അതായത് വിസ്മയങ്ങളൊന്നും പറയരുത്. വിസ്മയങ്ങൾ നടന്നിട്ടുള്ളത് ഒരു സ്ഥലത്ത് മാത്രമാണ്, അത് യു ടേൺ വിസ്മയങ്ങളാണ്. നമുക്കതിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. യു ടേൺ വിസ്മയങ്ങളുടെ രാജകുമാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല.